ഹലോ ഗൈസ്. അപ്പോൾ നാട്ടിലോട്ട് പോവാണ്. കാർ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കറൻ്റ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുന്നത്. അമ്മു നാളത്തെ വൈകിട്ട് ട്രെയിൻ കയറിയിട്ട് ഗോവയ്ക്ക് വരും. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ചാവുകയാണ്. അമ്മുവിന് വർക്ക് ഉണ്ട്, അപ്പോൾ ഒരുമിച്ച് ഇറങ്ങാൻ പറ്റിയില്ല. വഴികയാണ് 3000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ബാക്കി ഗോവയിൽ നിന്ന് അടിക്കാം. ഫുൾ ടാങ്ക് അടിച്ചില്ല. അങ്ങനെ നാട്ടിലോട്ടുള്ള ആദ്യത്തെ ദിവസത്തെ യാത്ര തുടങ്ങി. ഞാൻ താമനി ഘട്ട് വഴി രത്നഗിരിയാണ് ഡെസ്റ്റിനേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ ഗട്ട് സെക്ഷൻ കയറുന്നതിൻ്റെ മുന്നേ ഇച്ചിരി റോഡ് മോശമാണ്, കൺസ്ട്രക്ഷനൊക്കെ കാരണം. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫുൾ ഇതുപോലെ പച്ചപ്പാണ്. ഈ പച്ചപ്പിൻ്റെയൊക്കെ സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഒട്ടും ക്ഷീണം തോന്നില്ല കേട്ടോ. അത് നമുക്ക് വഴികെ കാണാൻ പറ്റുകയും ചെയ്യും. സോ അങ്ങനെ ഞാൻ ഗട്ട് സെക്ഷനിലോട്ട് കയറി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് തമിഴ്ഘട്ട് പോകുമ്പോൾ നമ്മൾ ഗട്ട് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ പോലത്തെ ഹെയർ പിൻ ബെൻസ് ഒന്നുമില്ല കേട്ടോ. ലൈക്ക് നമ്മൾ ഗ്രാജുവലായിട്ട് ഇങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കും. സോ അത് ഞാൻ എൻജോയ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മോൺസൂൺ ടൈമിലാണ് ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് മഴ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. സോ നല്ല രീതിക്കുള്ള മഴയായിരുന്നു കേട്ടോ ഞാൻ തമിഴ്ഘട്ടിൽ കയറിയപ്പോൾ കിട്ടിയത്. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇതുവരെ എനിക്ക് മഹാരാഷ്ട്രയിൽ വന്നിട്ട് കിട്ടാത്തൊരു സാധനം കിട്ടി. കോടയിൽ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക രസമാണല്ലോ. ടു മൈ നോളജ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ കോടയിൽ വണ്ടി ഓടിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. സോ ഒട്ടും തീരെ ഫ്രണ്ടിലത്തെ വണ്ടീനെ പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റാത്ത രീതിക്കുണ്ടായിരുന്നു കോട. അപ്പോൾ ഗ്രാജുവലായിട്ട് ഇത്തിരി സ്പീഡ് കുറച്ചിട്ടാണ് കേട്ടോ വണ്ടിയൊക്കെ ഓടിച്ച്. അതുപോലെ റോഡ് സൈഡിൽ നല്ല നല്ല കാഴ്ചകളും കണ്ടിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ കണ്ടതാണ് ഒരു വെള്ളച്ചാട്ടം, റോഡ് സൈഡ് വാട്ടർഫോൾ. ഇങ്ങനത്തെ ഒത്തിരി വാട്ടർഫോൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും ഈ റൂട്ടിൽ. അപ്പോൾ ഇതുപോലത്തെ മനോഹരമായ ഒത്തിരി സീനിക് ബ്യൂട്ടീസ് നിങ്ങൾക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റും ഈ റൂട്ടിൽ പോകുമ്പോൾ. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ റോഡിലും കൂടിയും കോൺസെൻട്രേഷൻ കൊടുക്കുന്ന പോലെ ഗ്രാജുവലായിട്ട് പതിയെ പോയാൽ മതി. അങ്ങനെ ഗട്ട് സെക്ഷൻ തീർന്നോടെ ഞാൻ കൊങ്കൺ വാലിയിലോട്ട് കയറി. എന്ന് വെച്ചാൽ കൊങ്കൺ റൂട്ട്. ഇത് NH66 ആണ്. മുംബൈയിൽ നിന്ന് കന്യാകുമാരി വരെ കണക്ട് ചെയ്യുന്ന NH ആണിത്. ഇവിടെയും പറയാൻ അതന്നെ ഉള്ളൂ, നല്ല സീനിക് ആയിട്ടുള്ള റോഡ്. ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്ത് രണ്ട് സൈഡിലും മലകളും വനങ്ങളും ഇടയ്ക്ക് കോസ്റ്റൽ ഏരിയാസിൻ്റെ അടുത്ത് കൂടെയുള്ള റോഡുമായിട്ടുള്ളൊരു റൂട്ട്. ഈ റൂട്ടൊക്കെ മൺസൂണിൽ നമ്മൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണ് ഈ കൊങ്കൺ റൂട്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇന്ത്യൻ റെയിൽവേൻ്റെ സഹായത്തോടു കൂടി ഈ റൂട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. കോഴിക്കോട് മാംഗ്ലൂർ വഴി നോർത്തിലോട്ട് പോകുന്ന ഏത് ട്രെയിനിൽ കയറിയാലും നമുക്ക് ഈ റൂട്ടിലൂടെ തന്നെയാണ് വരിക. ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ട്രെയിൻ ഷോട്ട് എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടോ. എൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ് പൂനെയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 5-6 മണിക്കൂറിന് ശേഷമാണ് നിർത്തിയത്. അതിന് ശേഷം ഞാൻ അവിടുന്ന് ഫുഡും കഴിച്ചിട്ടാണ് യാത്ര തുടങ്ങിയത്. അമ്മ അവിടുന്ന് ചപ്പാത്തിയും കറി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച ശേഷം റോഡ് ഇച്ചിരി മോശമായിരുന്നു. സോ രത്നഗിരി എത്താനുള്ള ടൈം കുറച്ച് ഡിലേ ആയി. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് രത്നഗിരിയിലുള്ള വിശേഷങ്ങളായിട്ട് കാണാം. അപ്പോൾ സിയാ.